أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم ولو ഈ ലൗവൊക്കെ ലൗവിന്റെ ആൾക്കാർ നമ്മളല്ല മിൻ ഹുറൂഫി ഷർത്ത് അല്ലേ ഫായിസ ലൗ മിൻ ഹുറൂഫി ഷർത്തി ഷർത്തിന്റെ അക്ഷരങ്ങൾ പെട്ടതാണ് ലൗ വലാഹിറുഹ അതിന്റെ ലാഹിർ എന്ന് പറയാം. എനിക്കതേ പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. ലാഹിർ ഇങ്ങനാണ്, അതായത് ഒരുപാട് പേര് ഈ ലൗവിനെ പറ്റി കണ്ടു വർത്താനം പറഞ്ഞാണ്. ഒരു ലാഹിറങ്ങ് പറഞ്ഞേക്കാം. അദ്ദലാലത്തു അലിന്തിഫാഇൽ അവ്വൽ ലിന്തിഫാഇൽ സാനി. ലൗ ജിഇതനി അക്രംതുക, നീ എന്റെ അടുക്കൽ വന്നെങ്കിൽ ഞാൻ ബഹുമാനിച്ചേനെ. അപ്പൊ നീ വന്നില്ല, ഞാൻ ബഹുമാനിച്ചില്ല. ഇതാണ് അതിന്റെ ലാഹിർ. ലറൂറത്ത് ഇന്തിഫാഇൽ മൽസൂം, മൽസൂം ഇല്ലാതാവുക എന്നത് ലറൂറത്തല്ലേ. അതിന് ലാസിമില്ലാത്ത സന്ദർഭത്തിൽ അളിയൻ വന്നെങ്കിൽ ഇക്റാമുണ്ടായനെ ഇനി അന്നവും ഇഖ്തലഫൂന്നു. അതാ ഈ ലാഹിർ എന്ന് പറഞ്ഞത്. ഇഖ്തലഫൂ എന്ന കലിമത്തെ ലൗ ഹൽ ഹിയ, ആ ലൗ ആണോ ലിന്തിഫായി താനി ലിന്തിഫായി ലവലിയാണോ? ഇവിടെ പോയതല്ല പറഞ്ഞത്. ഇന്തിഫായി ലവൽ ലിന്തിഫായി താനി ഔവന്നഹ ലിന്തിഫായി ലവൽ ലിന്തിഫായി താനിയാണോ? اختار المصنف ما قال ابن الهاشم وتوضيح المقام أن كلمتي إن ولو ഇന്നും ലൗ രണ്ട് കലിമത്തുകളാണ്. മനസ്സിലായോ? ലൗ എന്ന് വന്നാൽ തന്നെ ഇടങ്ങന. അതുകൊണ്ട് നിങ്ങൾ ലൗ ആവണ്ടാരും. ഇൻ വലൗ ആ പറഞ്ഞ പദത്തിൽ തന്നെ ആൾക്കാരുടെ മേലോട്ടാക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ്ട, ലൗ ചെയ്യാൻ പോകണ്ടതിനർത്ഥം. കലിമത്തൈൻ വലൗ അത് മുസ്തറക്കത്താനി, അത് കൂറാക്കപ്പെട്ടതാണ്. ഫീ കൗനിഹിമാ ഹർഫൈ ഷർത്ത്, ഇല്ലേ? ഷർത്തിന്റെ അറിവാണ് വേണ്ട, നമ്മൾ അംഗീകരിച്ചു. വഹർഫു ഷർത്തി കുല്ലു ഹർഫിൻ ദഖല അലാ ജുംലത്തൈനി ഫിഅലിയത്തൈനി എന്നതും ആണ്. ഫജഅല തഹഖഖുഖ മദ്മൂനുൽ ജുംലത്തുൽ ഊലാ സബബൻ ലിതഹഖഖുഖ മദ്മൂനിൽ സാനിയ. വൽ ഫർഖു ബൈനഹുമാ അന്ന കലിമത്ത ലൗ തുഫീദു ഇർതിബാതഹുമാ ഫിൽ മാളി അലാ സബീലി തഖ്ദീർ കലിമത്ത് ഇൻ തുഫീദു ഇർതിബാതഹുമാ ഫിൽ മുസ്തഖ്ബിൽ വഇൻ ദഖലത്ത് ഫിൽ മാളി. എപ്പോഴ് മാളിയെ കണ്ടാലും ശരി, ഇൻ അക്രംതനി അക്രംതുക, എന്നെ ബഹുമാനിച്ചാൽ ഞാൻ ബഹുമാനിക്കും. അതൊക്കെ ഇനി മുസ്തഖ്ബിൽ വരാൻ പോകുന്ന കാര്യമുള്ളൂ. സംഗതി അക്രംത എന്നുള്ളതൊക്കെ മാളിയെ ഫീലാണെങ്കിൽ തന്നെയും തിരിഞ്ഞാ تعليق تحقق مضمون الجملة الثانية في الاستقبال بتحقق مضمون الأولى. وأنا قولك لو أكرمتني أكرمتك تعليق تحقق مضمون الثانية في الماضي بتحقق مضمون الأولى فيه على سبيل التقدير. لو أكرمتني أكرمتك لأنني ആദരിച്ചെങ്കിൽ ഞാൻ ആദരിച്ചാണ്. ആദരിച്ചില്ല, ഞാൻ ആദരിച്ചതില്ല. കഴിഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് വായനകൾ പറയാം. ഇനി അത് വായിച്ചോണ്ട് എനിക്ക് കൊരിയ ഓതപ്പെട്ടു. എന്ത് ഓതപ്പെട്ടു? ലദഹബന ലഅദ്ഹബ ബിഅസ്മാഇഹിം എന്നാ ബിസിയാദത്തിൽ ബായി. എവിടെ? ലൗസാ അല്ലാഹു ലദഹബ ബിസംഇഹിം. എവിടെ? ലദഹബ ബിഅസ്മാഇഹിം എന്നത് ബിസിയാദത്തിൽ ബായി. كقوله تعالى ولا تلقوا بأيديكم എന്ന് ബിസിയാദത്തിൽ ഭാഗം മാത്രമേ ഉള്ളൂ. അല്ല അദ്ഹബ എന്നുണ്ടോ? ദഹബാന്ന് ഉള്ളോടാ. അല്ല പിന്നെ തുൽക്കൂന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ഹബ ബി അബ്സാരി എന്ന് ഓതപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ? അൽഖായിൽ ഖീൽ പോലെ
അൽക്കായിക്കത്തും ബാവെടുത്ത് ഓതിയതുപോലെ തന്നെ ഫായത്തു ഹാദിഹി ശരീത്ത ഇബ്ദാഉൽ മാനിഇ ലിദഹാബി സമഇഹിം വഅബ്സാരിഹിം മഅ ഖിയാമി മാ യഖ്തദീഹി വഹാദിഹി ശരീത്തത്തു അല്ല ഫായിദത്തു ഹാദിഹി ശരീത്ത ഫലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം എന്ന് പറഞ്ഞല്ലോ. ആ ഷർത്തിന്റെ ഫായിദ എന്താ? ഒന്ന്, അവരിൽ നിന്നുള്ള മാനിയനെ വെളിവാക്കൽ. ഏത് മാനി? അവരെന്നല്ല, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ, അപ്പൊ ഉദ്ദേശിച്ചിട്ടില്ല വേണ്ട, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ലൗ ശാ അല്ലാഹു, അപ്പൊ അള്ളാഹു താല ഉദ്ദേശിച്ചില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ഒന്ന് അന്നൽ അമറൽ അവല ഇൽഹാറുൽ മാനി വഹു അദ്മുൽ മശിയ്യ, എന്തോടുകൂടെ മഅ ഖിയാമി സബബിൽ മുഖ്തദി, അവരുടെ സമ്മിനെയെല്ലാം പോക്കിക്കളയാനുള്ള എല്ലാ കാര്യകാരണങ്ങളും ഇവിടെ ഉണ്ട്. ഏതാണ്? നേരത്തെ പറഞ്ഞ സവായിക്കും റഅദും ബർഖും എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ, അസ്ബാബുകൾ ഉള്ളതിനോടുകൂടി തന്നെ എന്ത് ചെയ്തില്ല? പോക്കിയില്ല. പോക്കാത്തതിന്റെ കാരണം അദ്മുൽ മശിയ്യത്താണ് എന്ന് தெரிஞ்சிല്ല? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ആണ് ശരി. വിളിച്ചു നോക്കാൻ നേരം സബക്കാന്ന് അന്നലും സബക്കാന്ന് പറയും. ആരത്? ഹാസിം. ഹാസിം പിന്നെ വിളിക്കേ. എന്റെ തോർത്തല്ല കണ്ടാടാ. കൊള്ളാൻ ആൾക്കാർ രണ്ടുപേരും ഇത് രണ്ടിന് എപ്പോഴും. പിന്നെ കല്യാണത്തിന് വേണം ഭയങ്കര നിർബന്ധിച്ചു. സമയമെല്ലാം ഫായിദത്തു ഹാദിഹി ശരീത്ത. ശരീത്ത എന്നല്ല, ഷർത്തിയത്തി. അങ്ങനെ ഇതിനകത്ത് തെറ്റേ കിടക്കും. ഏടാ ഷർത്തിയത്തിന്ന് ഒന്ന് ഇബ്ദാഉൽ മാനി, മാനിഇനെ വെളിവാക്കൽ തന്നെ. എന്തിനുള്ള മാനി? ലിദഹാബി സമഇഹിം, എന്തോടുകൂടെ? മഅ ഖിയാമി മാ യഖ്തദി. പിന്നെ വത്തംബീഹു, ഉണർത്തലും ആണ്. കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്ത് മശിയ്യത്തില്ല എങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കുകയും ഇല്ല എന്നുകൂടി ഉണർത്തലും കൂടിയാണ്. വത്തംബീഹു, ഉണർത്തലുമാണ്. അല അന്ന തഅ്സീറൽ അസ്ബാബ് ഫി മുസബ്ബബാതിഹാ, അസ്ബാബുകൾ അതിന്റെ മുസബ്ബബാത്തുകളിൽ തഅ്സീർ ചെയ്യണമോ? തീയുള്ള സാധനം കഴിക്കാനാണ്, പക്ഷെ അതും അള്ളാഹുവിന്റെ മശിയ്യത്തില്ല എങ്കിൽ നടക്കുകയില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എന്ത് ചെയ്തില്ല? കരിച്ചില്ല. കുല്ല യാ നാറു കൂനി, എന്താ നമ്മൾ പറഞ്ഞു കൂനി തുറാം, കൂനിക്ക് കുല്ല യാ നാറു കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം എന്ന് അത് പറയണമായിരുന്നോ? പറഞ്ഞതിനെ ഉദ്ദേശിച്ച പോരെ പഠിച്ചനോട് നിന്നിട്ട്. എന്താ യാനാറക്കൂനി ബർദൻ വ സലാമൻ, വൈറു മുക്കല്ലഫിനോട് അല്ലാഹു തആലക്ക് തക്ലീഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പഠിക്കുന്ന ജബ്ബുൽ ജവാബൊക്കെ എന്താ? നിങ്ങൾ ഈ പഠിക്കുന്ന ജബ്ബുൽ ജവാബൊക്കെ മുക്കല്ലഫ് ഇവിടെ തക്ലീഫ് എന്തിനോട് നടന്നിക്കണ്? എനിക്കറിയില്ല. അല്ലാഹു ഏതാ وفائدة هذه الشرطية إبداء الماني في ذهاب سمعهم وأبصارهم എന്തോടുകൂടെ മഅ ഖിയാമി മാ യഖ്തദി വതംബീഹു, ഉണർത്തലും ആൻ. എന്തിന്റെ മേൽ? അലാ അന്ന തഅ്സീറൽ അസ്ബാബ്, കാരണങ്ങൾ അത് ഫലം വരുത്തുക എന്നുള്ളത്. ഈ കാരണങ്ങൾ എന്തിൽ ഫലം വരുത്തുന്നു?
ഫി മുസബ്ബബയാത്തിഹ, അതിന്റെ കാരണമാക്കപ്പെടുന്നവകളിൽ കാരണങ്ങൾ ഫലം വരുത്തുക എന്നുള്ളത് മശ്റൂത്തത്തുൻ ബിമശിയ്യത്തില്ലാഹി തആല. കണ്ടോ? വഇന്ന വുജൂദഹ, അവകൾ ആ അസ്ബാബുകളുടെ വുജൂദ്, ആ മുസബ്ബബാത്തിന്റെ വുജൂദ്. അല്ലെ കല്യാണത്തിന് കൊണ്ടാളിയ നീ ഏറ്റിട്ട് വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ അവിടെ ചെറുക്കനൊക്കെ വന്ന് കല്യാണം കഴിഞ്ഞാണ്. വാ എന്തായാലും പോയിട്ട് വരാം, ചെന്നില്ലെന്ന് പറഞ്ഞത് വാക്ക് പറഞ്ഞ പാലിക്കേണ്ട ആളിയാ. ആമാര് വിളിക്കത്തില്ല, എന്ത് ചെയ്യും? ഹുസൈൻ ഇപ്പം കൊണ്ടു വിളിക്കുന്നു. മറ്റേ ഉസ്താദ് വരുന്നു, വലിയ ഉസ്താദ് വരുന്നു, ഈ ഉസ്താദ് വരുന്നു, ഉസ്താദം വരണമെന്ന് അങ്ങനെ വിളിച്ചേക്കുന്നത്. എന്ത് ചെയ്യും? നമ്മളെ ഷെയ്ഖിന്റെ മുരീദിന്റെ മക്കളല്ല, അതുകൊണ്ട് പോകാന്ന് വിചാരിച്ചാ ഇനിയിപ്പോ എന്തു, ഇനിയിപ്പോ ഉറക്കം വരും. ഭക്ഷണങ്ങൾ വിമർശിത്തില്ല. വഅന്ന വുജൂദഹ, അവകളുടെ വുജൂദുകൾ അത് മുർത്തബിത്തുൻ ബി അസ്ബാബിഹ, അസ്ബാബികളോടത് ബന്ധപ്പെട്ടതുമാണ്. പക്ഷേ വാഖിഉൻ ബി ഖുദ്റത്തിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്തിനോട് ബന്ധിച്ചുകൊണ്ടേ അതുണ്ടാവുകയുള്ളൂ. അന്ന തഅ്തീറൽ അസ്ബാബി ബി മുസബ്ബബാതിഹാ മശ്റൂത്തുൻ ബി മശിയ്യത്തില്ലാഹ്. എന്താ വജഹു തംബീഹി അന്നഹു തആല അല്ലെങ്കിൽ വജഹു തംബീഹി അലൈഹി അന്നല്ലാഹു തദല്ലത്, ആയത്ത് അറിയിച്ചല്ലോ അലാ തഹഖഖി അസ്ബാബി ദഹാബി സംഇഹിം വ അബ്സാരിഹിം വമഅ ദാലിക തഖല്ലഫ ദഹാബ്, ദഹാബ് അവിടെ പിന്നിപ്പോയി. കാരണം ദഹാബിന്റെ കാരണം ലിഫഖ്ദാനി ശർത്തി തഅ്സീരിഹാ, ആ അസ്ബാബുകളുടെ തഅ്സീറിന്റെ നിബന്ധന ഇല്ലായ്മ എന്നതാണ്. ബഹു ഏതാണത്? ആ നിബന്ധന തഅല്ലുഖുൽ മശിയ്യത്തി ബിഹി, അല്ലാഹുവിന്റെ മശിയ്യത്ത് അതിനോട് തഅല്ലുഖ് ചെയ്യുക എന്നതാണ്. വേണ്ട സിഹർ വലിക്കണമെങ്കിലും അല്ലാഹു ബലം വരുത്തണം, എന്നാലും അല്ലാതെ അയാളിങ്ങനെ ചെയ്തുകൊണ്ട് അയാള് ചെയ്തത് കൊണ്ട് മാത്രമല്ല അല്ലാഹു മശിയ്യത്ത് ചെയ്തുകൊണ്ടും എന്ന് പറയേണ്ടി വരും. അല്ലെ പിന്നെന്തു? അസ്ബാബുകൾ ഉണ്ടായതുകൊണ്ട് മുസബ്ബബാത്തുകൾ വേണമെന്നില്ലല്ലോ. ആ അസ്ബാബുകൾ ഉണ്ടായാൽ മുസബ്ബബാത്ത് ഉണ്ടാകണമെന്നുള്ള കാര്യം അത് തഅല്ലുഖുൽ ഖുദ്റത്തി വൽ ഇറാദത്തി വൽ മശിയ്യ അതിനോട് ബന്ധപ്പെട്ടാണ്. ശരിയാ? إذا تحقق أن تأثير الأسباب في هذه المادة مشروط بمشيئة الله تحقق أن الأمر كذلك في سائر المبادئ. ബാക്കിയുള്ള മാതകൾ അങ്ങനെയാണ്. കാരണം للاستراك في التي വസാനി, അതിൽ നിന്ന് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. അന്ന വുജൂദൽ മുസബ്ബബാത്ത് ഹാല കൗനി ദാലിക്കൽ വുജൂദി മുർത്തബിത്തൻ ബി അസ്ബാബിഹാ അൽ ആദിയത്തി, അത് വാഖിഉൻ ബി ഖുദ്റത്തിഹി തആല. കണ്ടാ? ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു ജല്ല ജലാലായ പടച്ച തമ്പുരാനാകുന്നത് എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്. അതാ ഇനി അടുത്ത ആയത്തോടെ യാ അയ്യുഹന്നാസ്, അല്ല മുക്കല്ലഫീങ്ങളുടെ പല ഫിറക്കുകളും പറഞ്ഞു കഴിഞ്ഞിട്ട്, അവരുടെ പ്രത്യേകതകളും പറഞ്ഞു കഴിഞ്ഞിട്ട്, അവരുടേതായ മസ്റഫ്, അവരുടെ ഉമൂറുകളുടെ മസ്റഫുകളും പറഞ്ഞു കഴിഞ്ഞിട്ട്, അഖ്ബല അലൈഹിം ബിൽ ഖിതാബ് അലാ സബീലിൽ ഇൽതിഫാത്ത് ഹസ്സൻ ലിസ്സാമി' വതൻശീതൻ ലഹു.
എന്നാ കത്തശ്രീഹി ബിഹി വഖൗലുഹു. അപ്പൊ എന്തായി? വാക്കിഴിൻ ബിഖുദ്റത്തി വഖൗലുഹു. അപ്പൊ അള്ളാന്റെ കൗല് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള കൗലാകുന്നത് കത്തശ്രീഹി ബിഹി, അതിനെ അതുകൊണ്ട് വ്യക്തമാക്കുന്നത് പോലെയാണ്. വത്തഖ്രീരി ലഹു, അപ്പറഞ്ഞ സംഗതിയെ തഖ്രീർ ചെയ്യുന്നത് പോലെയുമാണ്. അതുകൊണ്ട് അല്ലാഹു തആല വഇന്നല്ലാഹു പറഞ്ഞില്ല, അത്ബാക്കി പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞതിനൊന്ന് തൈക്കി തന്നോണം. എന്ത് ചെയ്തു? അപ്പൊ കത്തശ്രീഹി എന്ന് പറഞ്ഞത് പോക്കിക്കളയും അള്ളാഹു. ഇൻഷാ എന്നല്ല പറഞ്ഞു, ഇല്ല. വലൗ ഷാ അള്ളാഹു, വലൗ ഷാ അള്ളാഹു ഒരു മശീയത്തിന്റെ സീനയിട്ടാ പറഞ്ഞത്. അപ്പം പോക്കിക്കളയും ഉദ്ദേശിച്ചാലെന്ന ഉദ്ദേശിച്ചാലെ പോക്കില്ല എന്ന് വന്നു. അപ്പൊ ഒരു പോക്കുമെന്നുള്ള കാര്യം എന്തായി? തശ്രീഹായ നില പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് കത്തശ്രീഹി എന്ന് പറഞ്ഞത് എന്ന്. ഫലമ്യക്കുൽ തശ്രീഹിന്റെ അന്നമാ ദല്ലത്തി ഷർത്തിയത്തു അലൈഹി, ഷർത്തിയത്തു ആവുന്നതിന്റെ മേൽ അറിയിച്ച ഒന്ന് ഇന്നമാ ഹുവ അന്ന ദഹാബ സംഇഹിം അബ്സാരിഹിം ലികൗനി മശ്റൂതൻ ബിമശിയത്തില്ലാഹി തആല വാഖിഉൻ ബിഖുദ്റത്തി സാബിഖത്തി അലൈഹ ഫഹിയ ലൈസത്തു ശരീഹത്തൻ. അശരീഹത്തല്ല ഫി അന്ന ദഹാബഹുമാ വാഖിഉൻ ബിഖുദ്റത്തിഹി തആല, അവന്റെ ഖുദ്റത്ത് കൊണ്ട് വാഖിയാകുമെന്നും ബൽ ഇന്നമാ ഉലിമ വഖൂഉഹു ബിഖുദ്റത്തില്ലാഹി തആല വാഖിഉൻ ബിഖുദ്റത്തി സാബിഖത്തി അലൈഹ ഫഹിയ ലൈസത്തു ശരീഹത്തൻ. എന്താ പിന്നെ ഫഇന്നഹാ തസ്രീ വഇന്നല്ലാഹു ശൈ എന്നത് എന്താണ്? അശ്ശൈ യഖ്തസ്സു ബിൽ മൗജൂദ്, മൗജൂദ് ആയതിനെ പറ്റി ശൈ എന്ന് പറയും, അല്ലാത്തതിന് ശൈ എന്ന് പറയില്ല. എന്താ? ലിഅന്നഹു ഫിൽ അസ്ലി മസ്ദറു ശാഅ, ശാഅ എന്നതിന്റെ മസ്ദറാണ്. ഷെയ് എന്ന ലഫ്ള് അശായിറത്തിന്റെ അടുക്കൽ ഇത്ലഖു അലൽ മൗജൂദി ഫഖത്ത് ഫകുല്ലു ഷൈഇൻ ഇൻദഹും മൗജൂദുൻ വകുല്ലു മൗജൂദിൻ ഷൈഉൻ. അല്ല, അപ്പൊ ഷൈഉം മൗജൂദും തമ്മിൽ എന്തായി? മുത്തറാദിബായി. അല്ല, അതിന്റെ മഫ്ഹൂം ഒന്നാണ്, അത് വേറെ വിഷയം. അപ്പൊ ഫൽ മശിയ്യത്തു ഇൻദഹും തുസാബിഖുൽ വജൂദ വതുസാബിഹി വമാ കൗനുമാ മുത്തറാദിബൈനി യത്തഹിദു മഫ്ഹൂമഹുമാ അത് ഫഹും മുത്തറദ്ദിദുന ഫി ദാലിക ബൽ റുബ്ബമാ യദ്ദഊന നഫിയഹു ബിനാ അന്ന ഖൗലന അസ്സവാദു മൗജൂദുൻ എന്ന് പറയും. അസ്സവാദു മൗജൂദുൻ എന്ന് യുഫീദു, അത് ഫായിദ വരുത്തിക്കും ഫായിദത്തൻ യുതദ്ദു ബിഹാ ബിഖിലാഫി ഖൗലിന അസ്സവാദു ഷൈഉൻ എന്ന് പറയാൻ പറ്റില്ല. അസ്സവാദു ഷൈഉൻ എന്ന് പറയണ്ട, രണ്ടും ഒന്നായി. ഫലിദാലിക ഖാല ഇന്നഹു യഖ്തസ്സു ബിൽ മൗജൂദ് വലം യഖുൽ യുറാദു ബിൽ മൗജൂദ് എന്ന് പറഞ്ഞില്ല. വമൻ ഫസ്സറ ശൈഅ ബിമാ യസിഹു അൻ യുഅലമ വയുഖ്ബറ ബിഹി, ശൈഅ എന്ന് പറഞ്ഞാൽ മാ യുഅലമ വയുഖ്ബറു ബിഹി എന്നതിനാണ്. അതാണ് മുഅ്തസിലിയാക്കളുടെ വാദം. അവർ മൗജൂദിന്റെ മേലും പറയും, ഖദീമിന്റെ മേലും പറയും, ആദിദിന്റെ മേലും പറയും, എല്ലാത്തിന്റെ മേലും പറയും. അപ്പം മൗജൂദിന്റെ മേൽ മാത്രം പറയുക. മൗജൂദ് എന്നുള്ളത് ഏത് മൗജൂദിന് പറയേണ്ടി വരും? അള്ളാഹു മൗജൂദിന് ആ മൗജൂദാണോ? നമ്മൾ മൗജൂദിന് ആ മൗജൂദാണോ? ആ മൗജൂദ് രണ്ടായിട്ടുണ്ടല്ലോ. ഖൽഖിനാൽ വന്ന മൗജൂദുണ്ട്, ഖാലിഖാൽ മൗജൂദുണ്ടല്ല. മനസ്സിലായില്ല? ഈ മൗജൂദിന്റെ അർത്ഥം മാ വുജിദ വലം യക്കുൻ എന്നാണോ? അതല്ലെങ്കിൽ മാ വുജിദ എന്നാണോ? ഞാൻ ഇനി മകനെ പറയേണ്ടി വരും. വലം യക്കുൻ ആയ ഒരു സാധനം മാ വുജിദ ആയതിനാണോ മൗജൂദ് എന്ന് പറയുക? അതല്ല. മൗജൂദ് എന്നുള്ളത് രണ്ടിനും ആമാണോ? ഏത്? അദമ് മുൻകടക്കാത്ത സാധനത്തിനും മൗജൂദ് എന്ന് പറയുമോ? അദമ് മുൻകടന്നതിനും മൗജൂദ് എന്ന് പറയുമോ? അപ്പൊ അദമ് മുൻകടക്കാത്തതിനും മൗജൂദ് എന്ന് പറഞ്ഞാൽ
ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളതിനകത്ത് അല്ലാഹു തആലാന്റെ ദാത്തിൽ അവന് തസ്ലീത്ത് ചെയ്യാൻ അധികാരമുണ്ടോ? അവന് മാമിൻ നാമിൻ വഖുസാൻ ഇല്ല വഖുസാൻ എന്നൊക്കെ പറയേണ്ടി വരും. ഇനി മൗജൂദിന് ഏത് മാന കൊടുക്കുന്ന ആദ്യം തീരുമാനിക്കും, എന്നിട്ട് പിന്നെ ഷൈഇന് അവന് കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മാമിൻ നാമിൻ ഇല്ല വഖുസാൻ പിന്നെ പറഞ്ഞാ പോരെ. മൗജൂദിന് നിങ്ങൾ ഏത് മാനയാ കൊടുക്കുന്നത്? മൗജൂദുൻ എന്നുള്ളത് ഷൈഉൻ എന്നുള്ള കുല്ലു മൗജൂദിൻ ഷൈഉൻ വകുല്ലു ഷൈഇൻ മൗജൂദുൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ മാമിൻ നാമിൻ ഇല്ല വഖുസാൻ എന്ന് പറയേണ്ടി വരും. അങ്ങനെ കൊടുക്കാത്ത കാലത്തോട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അവിടെ ആമും ഇല്ല ഒന്നുമില്ലെന്ന് പറയേണ്ടി വരും. ഉതുലിഖ ബിമാന ശാഇയ്യുൻ താറത്തൻ, ഷാഇ ഉദ്ദേശിക്കുന്നവൻ. എന്താ ഉതുലിഖ ഷാഇൻ അതാ ഷാഇയുൻ ഷെയ് അല്ലേ ഷാഇൻ. ഷാഇൻ അസ്ലുഹു ഷായിഉൻ ഷായിഉൻ എന്ന് പറയണ്ടേ. ഷെയ് അല്ലേ ഷെയ്യും യാവും അംസലേ ഉള്ളൂ. നാമിൽ പേരിന് ശേഷം ഇനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഷാഇൻ എന്ന് പറഞ്ഞാൽ മതി. ഇനാ ഷായിൻ എന്ന് കിടക്കുന്നതാണ് ഞാനങ്ങനെ വായിച്ചു. അസ്ലി മസ്ദർ ഷാഇയാണ്. പക്ഷെ ഇല്ല അന്നഹു നദറ ഇസ്തിമാലുഹു ഫിൽ മഅനൽ മസ്ദരി, മസ്ദരിയായ മഅനയിൽ അതിനെ പെരുമാറൽ വളരെ അപൂർവമാണ്. ഷൈഉൻ ഷാ ഉദ്ദേശിച്ചു, അപ്പൊ ഷൈഇ ഉദ്ദേശിക്കൽ അവൻ ആരും ഒരു പറഞ്ഞു. ഇന്നല്ലാഹു പഠിച്ചാൽ പോലെ അലാ കുല്ലി ഷൈഇൻ എല്ലാം ഉദ്ദേശിക്കലിന്റെ ഒരു അങ്ങനെ അർത്ഥം. അസ്ലിന്റെ മഅന അങ്ങനെയാണ്, അസ്ലിയ മഅന ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ അലാ കുല്ലി മൗജൂദിൻ എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. അസ്ലിയായ നിലയിൽ എന്താണ് എന്നാണ് അതിന്റെ മഅന? ഫൈമി അൻ ഗലബ ഇസ്തിമാലു ഫി الذوات القائمة بأنفسها لكونها شائعة ومشئية. അരെ നീ ഇന്നലെ വൈകിട്ട് വരാന്നത് എന്താടാ മരുമോനെ? എവിടോ ഞാൻ കണ്ടില്ലല്ലോ. അതെന്തോടാ നിങ്ങൾ ഉസ്താദ് ഭയങ്കര ഗീത് വിളിക്കാനാണ്? എന്താണ്? ആയിക്കോട്ടെ. വഹീനൈദിലെത്തനാവൽ ഭാര്യത്താല കമാ ഖാല ഖുൽ അയ്യു ശൈഇൻ അക്ബറു ഷഹാദത്തൻ ഖുൽ അല്ലാഹു ഷഹീദുൻ. കണ്ടാ, അയ്യു ശൈഇൻ അക്ബറു ഷഹാദത്തൻ, ഷഹാദത്തിനാൽ അക്ബറായത് ഏത് ഷൈആൻ? ഏത് ഷൈആന്ന്? അയ്യു ഷാഇൻ എന്നാണ് എന്റെ മേന. കാരണം അയ്യു ഷാഇന് മേന കൊടുക്കാൻ കാരണം കുൽ തങ്ങൾ തന്നെ പറഞ്ഞു അല്ലാഹു ഷഹീദുൻ. അപ്പൊ ആ ഷൈഇൻ എന്തല്ല മസ്ദരിയായ മേന അല്ല, ഷാഇൻ എന്ന മേനയാണെന്ന് കിട്ടും. വബിമഅന മശീഇൻ, മഷീന്റെ മേനയ്ക്കും വരും. ഉഖറ മറ്റു ചില സന്ദർഭത്തിൽ മഷീഅത്തെ ഉദ്ദേശിക്കപ്പെടുക എന്ന മേനയ്ക്ക്. മനസ്സിലായില്ല? നഹ്വു ഐ മശീഉൻ വുജൂദുഹു, അതിന്റെ വുജൂദിനെ ഉദ്ദേശിക്കപ്പെട്ടു. നഹ്വു അല്ലാഹു തആല പറയട്ടെ വമാ ശാഅ അല്ലാഹു വുജൂ, വമാ ശാഅ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ച ഒന്ന് അത് മൗജൂദ്. എന്തിനെ ഉദ്ദേശിച്ചു? വുജൂദഹു ഫഹുവ മൗജൂദുൻ എന്ന്. എന്താ അങ്ങനെ ആയത്താണത്.
അതൊന്നുമല്ല. അങ്ങനെ പിള്ളേരെ എന്താണ് പിള്ളേര് പിള്ളേർ വാലൈ ഫിൽ ജുംല അതാ ഫിൽ ജുംല കണ്ടോ മൗജൂദുൻ ഫിൽ ജുംല. ഫിൽ ജുംല എന്ന് പറഞ്ഞാല് അല്ലാഹു തആല ഉദ്ദേശിച്ചത് വമാ ഒരു സംഗതി ഷാ അല്ലാഹു അല്ലാഹു തആല ഉദ്ദേശിച്ചത് എന്തിനെ ഉദ്ദേശിച്ചു? വുജൂദഹു അതിന്റെ വുജൂദിനെ ഉദ്ദേശിച്ചത് ഫഹുവ മൗജൂദുൻ അതെത്തിക്കപ്പെടുന്നതാണ്. ഫിൽ ജുംല ഫിൽ ജുംല എത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന ഐ ഫിൽ വഖ്ത് അല്ലദീ തഅല്ലഖത്തിൽ മശിയ്യത്തു ബിവുജൂദിഹി അല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്ത് തഖല്ലുബാകാൻ പാടില്ലല്ലോ. ഉദ്ദേശിച്ചതൊക്കെ ഉണ്ടാകും, അത് ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടാകുന്നതിന്റെ അർത്ഥം. അപ്പൊ അവിടെ ഏതായാലും ഷാഇന്റെ മാനയ്ക്ക് ഉദ്ദേശിക്കാറുണ്ട് ഷൈഇ എന്നതിനെ, ചിലപ്പോൾ മശീന്റെ മാനയ്ക്ക് ഉദ്ദേശിക്കാറുണ്ട് ഷൈഇ എന്നതിനെ. അത് രണ്ടും എന്താണ്? അപ്പൊ എന്ത് മനസ്സിലായി? വഅലൈഹി ഖൗലുഹു തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതുദ്ദേശിക്കപ്പെടുന്നതിന്റെ മേലും കഴിവുള്ളവനാകുന്നു എന്നാണ് അതിന്റെ മാന. ഐ അതിന്റെ അർത്ഥം ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന്. ഫഹുമാ അപ്പൊ ഇത് രണ്ടും അലാ ഉമൂമിഹിമാ ബിലാ മസ്നവിയ്യത്തിൻ ഇല്ല. وعليه أي وعلى إطلاق اللفظ بمعنى المشيء المشيء وجوده എന്നതിന്റെ മാനക്കാണ് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞത്. അതേ പ്രകാരം തന്നെ വേറൊന്നും ഇന്നല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞതും തിരിഞ്ഞില്ല. വഅലൈഹി ഖൗലുഹു തആല ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതും പിന്നെയോ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞതും. അപ്പൊ ഫഇന്നഹുമാ ഇവ രണ്ടും അലാ ഉമൂമിഹിമ അതിന്റെ ഉമൂമിന്മേൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഷൈഇനെയും ഖാലിഖാകുന്നു, അവൻ ഉദ്ദേശിക്കപ്പെട്ട എല്ലാത്തിനെയും ഖൽഖ് ചെയ്യുന്നവനാകുന്നു എന്ന്. അല്ലെങ്കിൽ അലാ കുല്ലി ഷൈഇൻ ഖാലിഖു കുല്ലി ഷൈഇൻ അല്ലാഹു തആലയാകുന്നത് ഖാലിഖുൻ പടച്ചവനാകുന്നു, കുല്ല ഷൈഇൻ അവൻ ഉദ്ദേശിക്കുന്നതിനെ ഉദ്ദേശിക്കപ്പെടുന്നതിനെയും അവന്റെ ഉദ്ദേശത്തിനെയും അതേ മറ്റേ രണ്ടും തന്നെ ഫഹുമ ഇവ രണ്ടും ഏത് ഇത് രണ്ടും ഈ ഖാലിഖായാലും അതേ പ്രകാരം തന്നെ പിന്നെന്താണ് ഖാലിഖു കുല്ലി ഷൈഇൻ പിന്നെ അലാ കുല്ലി ഷൈഇൻ എന്ന് موجود في المعنى قوله تعالى إن الله على كل شيء قدير خالق كل شيء فهما എന്നുള്ള ഏതാണ്ടോ ഖാലിഖു കുല്ലി ഷൈഇൻ എന്നുള്ളതും അലാ ഉമൂമിഹിമ അതിന്റെ രണ്ടിന്റെയും ഉമൂമിന്റെ മേലാവുന്നു. വഅലൈഹി അയ അലാ ഇത്ലാഖ് ലഫ്ദി ഷൈഇ ബിമാന അൽ മശീഇ അൽ മശീഇ വജൂദ് എന്ന മാനക്കാണ് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞതും ഇന്നല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞതും. കേട്ടാ, എല്ലാ വസ്തുവിനെയും പടയ്ക്കുന്നവനാണ്, ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാത്തിനെയും കഴിവുള്ളവനാണ് എന്ന് വന്നു. അപ്പൊ വലാ യദ്ഖുലു ദാത്തുഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്ത് ദാഖിലാവുകയില്ല ഫീ ഉമൂമി കുല്ലി ഷൈഇൻ. കണ്ടാ, മനസ്സിലായില്ല? അപ്പൊ ഫഹുമ ഇവ രണ്ടും അലാ ഉമൂമിഹിമ അവൻ രണ്ടിന്റെയും ഉമൂമിന്റെ മേലാകുന്നു. ബിലാ മസ്നവിയ്യത്തിൻ വൽ മസ്നവിയ്യത്തു വസനിയ ബിമാനൽ ഇസ്തിസ്നാഇ. കേട്ടാ, അവിടെ ഒരു ഇസ്തിസ്നാവുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മാന അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാല് അപ്പൊ അള്ളാഹുവും അള്ളാഹിന്റെ ദാത്തിനെ പഠിച്ചെന്നോ? മനസ്സിലായില്ല? തിരിഞ്ഞോ? അള്ളാഹു അള്ളാഹിന്റെ ദാത്തിന് കഴിവാകുമെന്നോ? മനസ്സിലായില്ല? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ ഫഹുമ ഇവ രണ്ടും അലാ ഉമൂമിഹിമ അതിന്റെ രണ്ടിന്റെയും ഉമൂമിന്റെ മേലാകുന്നു. ബിലാ മസ്നവിയ്യത്തിൻ
ഒരു ഇസ്തിസ്നാഇനെ കൂടാത്തതായ നിലയിൽ ഉമൂമിന്റെ മേലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മശീയത്തിന്റെ മേലും അതേപ്രകാരം തന്നെ ഷാഇന്റെ മേലും ആണ് എന്ന് ആയിരിക്കണം. അല്ലാണ്ട് വല്ല എഴുതിനോടെ. അപ്പൊ ഇതനുസരിച്ചു കൊണ്ട് എന്ത് വരില്ല, അള്ളാഹുവിന്റെ ദാത്തിൽ ദാഖിലാവില്ല. മനസ്സിലായില്ല? അള്ളാഹുവിന്റെ ദാത്ത് അത് ദാഖിലാവില്ല. ദാഖിലാകുന്നെങ്കിലല്ലേ അതിനെ എന്ത് ചെയ്യേണ്ടത്, ഇസ്തിസ്നാ ചെയ്യേണ്ടത്, ഇതിൽ നിന്നും ഇന്നത് പുറത്താണ് എന്ന് പറയേണ്ടത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ ആ ഷൈഇന്റെ മാന അവൻ ഉദ്ദേശിക്കപ്പെടുന്ന സംഗതികൾ, അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംഗതികൾ. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ എന്നുള്ളത് അവൻ ഉദ്ദേശിക്കപ്പെട്ട എല്ലാ സംഗതികളും. അപ്പൊ അവന്റെ ദാത്തിന്റെ മേലെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പോരെ. മനസ്സിലായില്ല? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാകുമ്പോൾ അലാ കുല്ലി ഷൈഇൻ ഖദീറിന്റെ അർത്ഥം എന്തുവാ? അവൻ അൽ മശീയത്ത് വുജൂദുഹു എന്നല്ല അർത്ഥം. അതിന്റെ ഉണ്ടാകൽ ഉദ്ദേശിക്കപ്പെട്ട എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്നാൽ അതിന്റെ ഉണ്ടാകൽ ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും പടച്ചവനെന്നാണ്. അപ്പൊ ഇവിടെ എന്തില്ല, അവന്റെ ദാത്തിനെ സംബന്ധിച്ചുകൊണ്ട് അവനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അവന്റെ ദാത്ത് പടച്ചതുമല്ല. മനസ്സിലായില്ല? ഇതെല്ലാം അവന്റെ മശീയത്തിൽ നടക്കുന്നതല്ലേ. അവന്റെ മശീയത്തിൽ നടക്കുന്നതാകുമ്പോൾ അവന്റെ ദാത്തിനെ അവൻ ഉദ്ദേശിച്ചില്ല. പിന്നോട് ഇസ്തിസ്നാ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ ദാത്തിന്റെ മേൽ കഴിവുള്ളവനാണ്, അതൊഴിച്ചാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ആദ്യം തന്നെ അത് കടന്നെങ്കിലല്ലേ എന്ത് വരുന്നത്, ഇസ്തിസ്നാ വരേണ്ട മക്കാം വരുന്നത്. അത് ഇഖ്റാജ് ചെയ്യണമെങ്കിൽ അത് ദുഖൂലാവണ്ടേ. നീ ഇതവിടെ പറഞ്ഞേക്കുന്നത് പെട്ടെന്ന് വായിക്കും. കാരണം എന്തിനു വേണ്ടി, വലാ യദ്ഖുലു ദാത്തുഹു തആല ഫീ ഉമൂമി കുല്ലി ഷൈഇൻ ഹത്താ യൽസമ കൗനുഹു തആല ഖാദിറൻ അലാ നഫ്സി ദാത്തിഹി വഖാലിഖൻ ലഹാ ഇദ് ലാ യസ്തഖു അലൈഹി മഫ്ഹൂമു ഷൈഇൻ മഫ്ഹൂമു മശീഇൻ. മശീഇൻ വുജൂദുഹു എന്ന ഒരു ഉണ്ടല്ലോ, മശീഇൻ വുജൂദുഹു അതിന്റെ ഉണ്ടാകൽ ഉദ്ദേശിക്കപ്പെട്ടത്, അതിൽ എന്ത് വരത്തില്ല, ദാത്ത് കടന്നു വന്നില്ല. മനസ്സിലായില്ല? ഇത് ലാ യസ്തഖു അലൈഹി മഫ്ഹൂമു മശീഇൻ വുജൂദുഹു. അതുകൊണ്ട് തന്നെ ഫലം യഹ്തജ് ഇല ഇസ്തിസ്നാഇ മിൻ ദാലിക ലഫ്ളുൽ ആമി അൽ മുസ്തഗ്റഖി ബിഅഫ്റാദി മഫ്ഹൂമിഹി വൽ മുസ്നവിയ്യത്തു വസ്നയ്യ ബിമഅനൽ ഇസ്തിസ്നാഇ എന്ന്. ആദ്യം തന്നെ ദാഖിലല്ല, ദാഖിലാണെങ്കിലല്ലേ എന്ത് ചെയ്യേണ്ട, ഇഖ്റാജ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. നീ എന്താ അവിടെ എഴുതിയേക്കുന്നത്? ഇങ്ങോട്ട് നടക്കിത്താവും. വൽമുഅ്തസിലത്തു ലമ്മാ ഖാലു അശ്ശൈ മാ യസിഹു അൻ യൂജദ എന്നാണ് വന്നപ്പോൾ വഹുവ യഉമ്മുൽ വാജിബ വൽ മുംകിന. ഒന്ന്, ഔ മാ യസിഹു അൻ യുഅലമ വ യുഖ്ബറ അൻഹു എന്നാണ് പറഞ്ഞതെങ്കിലോ കണ്ടാ, ഔ യസിഹു ഔ മാ യസിഹു അൻ യുഅലമ വ യുഖ്ബറ അൻഹു, അറിയപ്പെടൽ പറ്റും, അതിനകത്തൊരു ഖബർ അറിയിക്കാനും പറ്റും. വയഉമ്മുൽ മുംതനിഅൻ. അപ്പൊ അവർക്ക് എന്ത് പറയേണ്ടി വന്നു? രണ്ടിനെയും വന്നപ്പോൾ ലസിമഹും അവർക്ക് നിർബന്ധമായി വന്നു അത്തഖ്സീസു ബിൽ മുംകിനി ഫിൽ മൗദിഇനി ബിദലീലിൽ അഖൽ. അഖൽ എന്ന ദലീൽ കൊണ്ട് പറയേണ്ടി വന്നു. കാരണം ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാണ് എങ്കിൽ എന്നാ അല്ലാഹു തആലാന്റെ ദാത്തിന്റെ മേലെ കഴിവാട്ടെ. അപ്പൊ പറഞ്ഞു അതില്ല, മുംകിനെ കൊണ്ട് മാസാണ്. എന്താ വൽ ഖുദ്റത്തു ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖദീർ എന്ന് പറയല്ല, അതിന് ഖദീറിനെ പറ്റിയാ പറയുന്നത്. ബസ്